നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്ന് സർക്കാരിനോട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ഇനി തുടർന്നുള്ള തീരുമാനം? എന്തായാലും ഈ സേവ് നിമിഷപ്രിയ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുകയും നിമിഷപ്രിയയുടെ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇടപെടണമെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ സുപ്രീം കോടതി ഒരു തീരുമാനത്തിലെത്തുകയും കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ട് മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നായിരുന്നു അവരുടെ സുപ്രീം കോടതിയുടെ നിലപാട്. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന സംഘത്തെ അതിൽ അവർ യമനിലേക്ക് പോയി ചർച്ച നടത്തി നിമിഷപ്രിയ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയിലേക്ക് പോകണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്. നമുക്കറിയാം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് കേരളം കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയുടെ തിരിച്ചുവരവിനായി. ആദ്യം നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് വധശിക്ഷയുടെ തീയതി പ്രഖ്യാപിക്കുന്നു, പിന്നീട് കാന്തപുരം ഇടപെട്ടെന്ന് പറയുന്നു, പിന്നീട് കേന്ദ്ര സർക്കാർ ഇടപെട്ടെന്ന് പറഞ്ഞു. ഗവർണർ ഉൾപ്പെടെയുള്ള ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് ആ വധശിക്ഷ നീട്ടിവെക്കുകയാണ്. ആ വധശിക്ഷ നീട്ടിവെച്ചാലും തലാലിൻ്റെ കുടുംബം എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ കണ്ടാൽ മാത്രമേ അടങ്ങൂ എന്ന രീതിയിലേക്ക് പോവുകയാണ്. അവർ പറയുന്നത്, തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെ പറയുന്നത്, തൻ്റെ സഹോദരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ എന്ന്, അവർക്ക് തങ്ങളുടെ മതപ്രകാരമുള്ള തന്നെ ഒരു ശിക്ഷ ലഭിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മത നേതാക്കൾ അറിയാലോ, കാന്തപുരം അടക്കമുള്ള മത നേതാക്കൾ പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മോചനദ്രവ്യവുമായി ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കാമെന്നൊരു വ്യവസ്ഥയെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയാണ് മുന്നോട്ട് പോകുകയും എന്തായാലും അദ്ദേഹം അതിൽ ഇടപെട്ടത് കൊണ്ടാണോ എന്നറിയില്ല വധശിക്ഷ ഇപ്പോൾ നീട്ടിവെച്ചിട്ടുണ്ട്. എന്നാലും നമ്മെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ കുടുംബത്തിൻ്റെ നിലപാടാണ്. കുടുംബം നിലപാട് മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ കുടുംബം നിലപാട് മാറ്റണമെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് അവരുമായി സംസാരിക്കാൻ കഴിയണം. ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. അവിടെ ഹൂതികളുടെ ഭരണമാണ്. നമുക്ക് നയതന്ത്രപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെയുള്ള പ്രശ്നം ഈ തലാലിൻ്റെ കുടുംബം ഈ വഴങ്ങുന്നില്ലല്ലോ. തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവർ പൂർണ്ണമായി ഒഴിഞ്ഞു മാറുകയാണ്. അവർക്ക് പണം വേണ്ട, അവർക്ക് ഈ തങ്ങളുടെ മത നിയമപ്രകാരമുള്ള അവരുടെ രാജ്യത്തെ നിയമപ്രകാരമുള്ള ഒരു ശിക്ഷ നിമിഷപ്രിയയ്ക്ക് ലഭിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മെ മലയാളികളെ സംബന്ധിച്ചും ഒരു മലയാളി സ്ത്രീയാണ്, അപ്പോൾ അവർ തിരിച്ച് കേരളത്തിലേക്ക് വരണമെന്നത് മലയാളികളുടെ ആഗ്രഹമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ 5 പേരുടെ ഒരു ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. മധ്യസ്ഥ ശ്രമത്തിലേക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2 പേരുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 കേന്ദ്ര ഉദ്യോഗസ്ഥരുണ്ട്. ആ കേന്ദ്ര ഉദ്യോഗസ്ഥരെ കഴിഞ്ഞിട്ട് അത് കൂടാതെയാണ് അതിൽ ഒരാളുടെ പേര് KR സുഭാഷ് ചന്ദ്രനാണ്, മറ്റൊരാളുടെ പേര് KN കുഞ്ഞു മുഹമ്മദ്, സജീവൻ കുമാർ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാന്തപുരവുമായി ബന്ധപ്പെട്ടാണ്. കാന്തപുരത്തിന് 2 പ്രതിനിധികളെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ സേവ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുകയാണ്. അതിൽ ഒന്ന് അബൂബക്കർ മുസ്ലിയാരാണ് പ്രതിനിധികളായ, അദ്ദേഹമാണ്, കാന്തപുരമാണ്. അവരുടെ പ്രതിനിധികളായ ഹുസൈനും അതോടൊപ്പം തന്നെ ഹമീദും എന്നിവരെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഈ സേവ് ദ നിമിഷപ്രിയയുടെ ഈ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഹുസൈൻ. അതോടൊപ്പം തന്നെ ഇസ്ലാം പണ്ഡിതനാണ് ഈ ഹമീദ്. അദ്ദേഹത്തിന് യമനുമായി എല്ലാം നല്ല രീതിയിലുള്ള മികച്ച ബന്ധമുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അവിടുത്തെ നയതന്ത്രപരമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ പലതവണ ആവശ്യം ഉന്നയിച്ച് അവർ അവകാശപ്പെട്ടിരിക്കുകയാണ്. കാരണം അതൊരു ഹൂതി ഭരണ പ്രദേശമാണ്. ആ ഹൂതി ഭരണ പ്രദേശത്ത് തന്നെ നമുക്കൊരു പരിമിതിയുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളോ അതോടൊപ്പം തന്നെ ഇസ്രയേലോ മറ്റു രാജ്യങ്ങളോ ആയിരുന്നെങ്കിൽ നമുക്ക് നയതന്ത്രപരമായി സംസാരിച്ച് സർക്കാർ മുഖേന ഒരു തീരുമാനമുണ്ടാക്കാനായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഹൂതി ഭീകരവാദ സംഘടനയാണ്, അവരുടെ നേതൃത്വത്തിൽ ഒരു ഭരണമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അവരുമായി എംബസിയുമായൊന്നും കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. അതൊരു ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടാകുകയും കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികളെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നും ഈ സേവ് ദ നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടറിയാം, കേരളം തന്നെ ഇപ്പോൾ 2 തട്ടിലായി മാറിയിരിക്കുകയാണ്. നിമിഷപ്രിയയെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും എന്നൊരു തട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇടപെട്ട പലരും ഇപ്പം മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ പറയുന്ന ഇതിന് ഇടയ്ക്ക്, അതായത് ഇടപെട്ടവരെല്ലാം പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. ഇതിനകത്ത് ആക്ഷൻ കൗൺസിൽ ബന്ധമായിട്ട് അഡ്വക്കേറ്റുമൊക്കെ
ഇതിനകത്ത് ഇടപെട്ട് അവരെ അവരെ പ്രകോപിപ്പിച്ചതായി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം ഏതായാലും സർക്കാർ പറഞ്ഞിരിക്കുന്ന നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചാനൽ ചർച്ചകൾ ചെയ്യരുത്, അല്ലെങ്കിൽ കൂടുതൽ ഇതിനകത്ത് മറ്റുള്ള സാമുദായിക നേതാക്കൾ ഇടപെടേണ്ട, സർക്കാർ നോക്കിക്കൊള്ളാം എന്ന് സർക്കാർ ഒരു തട്ടിൽ നിൽക്കുമ്പോഴാണ് കാന്തപുരം ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതിനകത്ത് ഇടപെടുന്നത്. ഇത് ഇനി കൂടുതൽ രൂക്ഷമാവുകയല്ലേ ചെയ്യുന്നത്. കാരണം നിമിഷപ്രിയയുടെ തെറ്റിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. തെറ്റ് തന്നെയാണ്. ഒരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന മതസംഘടനകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ നിമിഷപ്രിയയ്ക്ക് എതിരെ തന്നെ വന്നേനെ. ഇതിപ്പോൾ അന്യനാട്ടിലായതുകൊണ്ടും അത് തെറ്റല്ലാതാവുന്നില്ല. അതൊരു മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ആ കുടുംബത്തിനെ, ആ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത്, മാത്രമല്ല ഒരു തെറ്റ് പറ്റിപ്പോയി അതിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കാന്തപുരം ഉൾപ്പെടെയുള്ളവർ ഇടപെടുമ്പോൾ അത് കൂടുതൽ വഷളാവുകയല്ലേ ചെയ്യുന്നത്. അല്ല, കാന്തപുരം അദ്ദേഹം ഒരു മതസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഇടപെടുന്നത്. നാം സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് മതസംഘടനകളല്ല, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം മലയാളികളാണ്. ഈ തലാലിൻ്റെ സഹോദരൻ ഈ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കുറിക്കുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ വിഷമം കുറിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനെ 100 കഷ്ണങ്ങളാക്കി മുറിച്ച് ടാങ്കിൽ ഇടുമ്പോൾ ഏത് മനുഷ്യനാൾക്കും വിഷമം കാണും, അദ്ദേഹത്തിന് പരാതി കാണും, പരിഭവം കാണും, പക കാണും. അത് തന്നെയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ മലയാളികൾ അതിന് താഴെ പോയി നിമിഷയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയാണ്, അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അത് ഓർത്തു നോക്കുക. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്കാണ് മലയാളികൾ പോകുന്നത്. അത്രയ്ക്ക് തന്നെ ചിന്തിക്കാൻ കഴിവില്ലാത്തതായി മലയാളികൾ മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും ദുഃഖം വരും, ആർക്കായാലും പക തോന്നും. അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിമിഷപ്രിയയ്ക്ക് കൂടെ നിന്ന ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു, ആൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതിയാണ്. അപ്പം ആളുടെ മോചനവും ആവശ്യപ്പെടണ്ടേ. അപ്പം നിമിഷപ്രിയയെ മാത്രം വിട്ടയക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല യമൻ, സൗദി അറേബ്യ തുടങ്ങിയ അറബ് രാജ്യങ്ങളിലെ ശിക്ഷാവിധി ശ്രീധരന് അറിയാലോ. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് വളരെ കഠിനമായ ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇതുപോലെ കൊലപാതകങ്ങൾ, പീഡന ശ്രമങ്ങളൊക്കെ വന്നാൽ അവർ പരസ്യമായിട്ട് കഴുത്തിറക്കുക, വധശിക്ഷയ്ക്ക് തന്നെ വിനിയോഗിക്കുക. അവിടെ അവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കിവിടാണ് തൂക്കുകയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് പറയുമ്പോൾ അത് അപൂർവമായിട്ടേ ഇന്ത്യയിൽ നടക്കത്തുള്ളൂ. കാരണം മാക്സിമം ശിക്ഷ ഈ പറഞ്ഞോണം കാലാവധികൾ കൊടുത്ത് അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുത്താണ് കൂടുതൽ ശിക്ഷകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. കാരണം എനിക്കൊന്ന് ഈ അടുത്ത കാലം ഡൽഹി പീഡന കേസിന് അതിലൊരു പ്രതിക്ക് 2 പ്രതികൾക്ക് തൂക്കുകയർ വിധിച്ചു. പക്ഷെ നടപ്പിലാക്കിയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു തൂക്കുകയർ ശിക്ഷ എന്നുള്ളതിലപ്പുറം കൂടുതൽ ജീവപര്യന്തമാണ് നമ്മൾ കാണുന്നത്. ആ ഒരു രാജ്യത്ത് ആണ് ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനം നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഒരു പക്ഷേ ന്യായീകരിക്കാം, ഒരു പറഞ്ഞോണം ജീവപര്യന്തമാക്കി കുറയ്ക്കാം, ശിക്ഷാ കാലയളവ് മോചനം ആവശ്യപ്പെടുന്നെങ്കിലും ഒരു പക്ഷേ എനിക്കൊന്നും ജീവപര്യന്തം അങ്ങനെയൊക്കെ ആക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരിക്കലും ശിക്ഷ അവർ വെട്ടിക്കുറയ്ക്കില്ല. ഈ തലയിറക്കുക അല്ലെങ്കിൽ കൊല നടത്തുക എന്നുള്ളതിലപ്പുറം അവർക്ക് അവരുടേതായ ചില നിയമങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളിൽ നിന്ന് ഒരുപാട് വേറിട്ടതാണ് അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വലിയ ശിക്ഷകളാണ് നൽകുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു മധ്യസ്ഥ സംഘം പോയാൽ തന്നെയും അത് എത്രമാത്രം അവരെ സ്വാധീനിക്കുമെന്നുള്ളത് അറിയില്ല. കാരണം അവിടുത്തെ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരിതിനകത്ത് നിമിഷയ്ക്ക് ഒരു മാപ്പ് നൽകണം എന്നുള്ളതല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നു മാപ്പിൻ്റെ ഒരു വക്കിൽ അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമവായത്തിൽ എത്തിയെന്ന് തോന്നുന്നു അല്ലേ. അല്ല, അതാണ് കാന്തപുരം അടക്കമുള്ള മതസംഘടനയിലെ നേതാക്കൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അവർ അവിടെ എത്തി, യമനിലെത്തി ഈ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും നിമിഷയുടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സംഘത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ട് നിങ്ങളൊരു പ്രത്യേക സംഘത്തെ അങ്ങോട്ട് അയക്കുകയും ആ കുടുംബവുമായി സംസാരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. അതിൻ്റെ ഭാഗമായാണ് മലയാളികളായ അല്ലെങ്കിൽ ഈ കാന്തപുരവുമായി ബന്ധപ്പെട്ട 2 പേരെ കൂടി അതിൽ ഉൾപ്പെടുത്തി ഒരു നിർണായക നീക്കത്തിലേക്ക് പോകണമെന്ന് കാന്തപുരത്തിൻ്റെ പ്രതിനിധികൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിന് അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമോ എന്ന് നമുക്ക് അത് പിന്നീട് അറിയാൻ കഴിയുള്ളൂ. പക്ഷെ അത്തരം ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ നിമിഷയുമായി ബന്ധപ്പെട്ട് നിമിഷയെ സ്നേഹിക്കുന്നവർ ആവശ്യപ്പെടുന്നത്.